ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നത് തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ല, കേരളത്തിലുള്ളവരുടെ മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ളവർക്കും ഈ ലോകത്തിലാകെയുള്ളവർക്കും നന്മ പകരുന്ന മഹാധാമങ്ങളിലൊന്നാണ്. ആ ശ്രീ പത്മനാഭൻ്റെ വിഗ്രഹത്തിന് ചില കേട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഭഗവാന്റെ വിഗ്രഹത്തിലുണ്ടായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ഇടപെട്ടു എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞുവല്ലോ. ആ കാര്യത്തിനകത്ത് കൂടുതൽ വ്യക്തതകൾ വരുന്നുണ്ട്. അതായത് തന്ത്രിയോട് എന്താണ് പ്രശ്നം എന്നുള്ളതിനെ പറ്റി കോടതി ആരാഞ്ഞിട്ടുണ്ട്. കോടതി ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ തന്ത്രിയിൽ നിന്ന് ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ കോടതി എടുത്തു കഴിഞ്ഞു. അപ്പോൾ തന്ത്രി ഇതിൻ്റെ അകത്തുള്ള കൃത്യമായ പ്രശ്നങ്ങളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പത്മനാഭ വിഗ്രഹത്തിൽ എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വിധിപ്രകാരമുള്ള പരിഹാരങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ആ പ്രതിജ്ഞ ചെയ്യേണ്ടത് തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് വിശേഷപ്പെട്ട ചില യോഗങ്ങൾ, ചില കമ്മിറ്റികൾ അതെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവർ ഭഗവാന്റെ മുൻപിൽ, രാജകുടുംബം അടക്കമുള്ളവർ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ ഭഗവാന്റെ ദാസരായി വെറുതെ ഇരിക്കേണ്ടവർ മാത്രമല്ല, വെറുതെ ഇരിക്കുന്നവരുമല്ല. അവർക്ക് വലിയ ഉത്തരവാദിത്തം ഭഗവാന്റെ ക്ഷേത്ര സംരക്ഷണ കാര്യത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഭഗവാന്റെ മുൻപിൽ പ്രതിജ്ഞ ചെയ്യണം. ഈ പ്രശ്നത്തെ ഞങ്ങൾ ഇത്ര നാളുകൾക്കുള്ളിൽ, സാധാരണഗതിയിൽ 7 വർഷമാണ്, 7 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചു കൊള്ളാമെന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. ഏതാണ്ട് ആ പ്രതിജ്ഞ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ വിമർശനങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനും ചില സമാധാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭഗവാന്റെ മുൻപിൽ ആ പ്രതിജ്ഞ ചെയ്തിട്ട് മറ്റ് ചില കാരണങ്ങളാൽ മനഃപൂർവ്വമായിട്ട് ഇത് വേണ്ട, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷം ദേശത്തിനാകെ ഉണ്ടാകും, ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും. കാരണം ഈ ലോകത്തെ, ഈ പറയുന്ന ഭൂമിയെ ആകെ പരിപാലിക്കുന്നത് ഭഗവാനാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനഃപൂർവ്വമായ ഒരു വീഴ്ച ഇവിടെ വരുമെന്നും തോന്നുന്നില്ല. മനഃപൂർവ്വമല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നം വലിയ അനർത്ഥങ്ങളിലേക്ക് നയിക്കില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പത്മനാഭൻ്റെ മുറജപം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത ദിവസം മുതൽ ഭഗവാന്റെ ക്ഷേത്രധാമത്തിനുള്ളിൽ മുറജപം ആരംഭിക്കുകയാണ്. മുറജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. എങ്കിലും ആദ്യം ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് വരിക. എന്തൊക്കെയാണ് ഭഗവാന്റെ വിഗ്രഹത്തിനകത്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, വിഗ്രഹത്തിൽ എന്തെങ്കിലും കേടുപാടുണ്ടായാൽ പരിഹാരം എന്ന് പറഞ്ഞാൽ, കടിശർക്കര യോഗത്തിൽ ചെയ്തിരിക്കുന്ന ഈ വിഗ്രഹത്തിൽ 1008 സാളഗ്രാമ ശിലകൾ ചേർത്താണ് കടിശർക്കര യോഗം ചെയ്ത് ഭഗവാന്റെ വിഗ്രഹത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നിർമ്മിച്ചതല്ല ഭഗവാന്റെ വിഗ്രഹം എന്നുള്ളൊരു വിശ്വാസവും കൂടിയുണ്ട്. എന്തായാലും മനുഷ്യനിർമ്മിതമാണ് എന്ന് സാമാന്യ യുക്തിയിൽ, നമുക്ക് സാധാരണമായ യുക്തി വെച്ചിട്ട് എല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് വെച്ച് നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ ഭഗവാന്റെ വിഗ്രഹം 1008 സാളഗ്രാമ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു സാളഗ്രാമ ശില എന്നത് തന്നെ ഭഗവാനാണ്. ശ്രീ മഹാവിഷ്ണു സ്വയം ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ വിജയം പ്രാപിച്ചിരിക്കുന്നതാണ് സാളഗ്രാമ ശില എന്നാണ്. സാളഗ്രാമ ശില പണം കൊടുത്ത് വാങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതാരെങ്കിലും ദാനമായിട്ട് തരണം, ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ലഭിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പണം കൊടുത്ത് വാങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഒരിടത്ത് വെച്ച് ആരാധിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അത്രയും വിശേഷപ്പെട്ടതാണ് സാളഗ്രാമ ശില എന്നുള്ളത്. അതിനകത്ത് തന്നെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിനകത്ത് ശംഖും ചക്രവും പത്മവും അടക്കമുള്ള ഭഗവാന്റെ വിവിധ രൂപങ്ങളെ ദർശിക്കാനാവുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ഉള്ളവരിൽ നിന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാളഗ്രാമശില എത്തരത്തിൽ പൂജിക്കാം, എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ അത് ലഭിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ അറിവുണ്ടാക്കാൻ കഴിയും. എന്തായാലും ഭഗവാന്റെ വിഗ്രഹം ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബന്ധപ്പെട്ട അധികാരികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഭഗവാന്റെ വിഗ്രഹത്തിന് അഭിഷേകമില്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കടിശർക്കര യോഗം കൊണ്ട് ചെയ്തിരിക്കുന്നതിനാൽ അതിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണെന്ന് പറയും. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചാൽ അലിഞ്ഞു പോകുന്നതോ ഇല്ലെങ്കിൽ തൊട്ടാൽ എന്തെങ്കിലും സംഭവിക്കുന്നതോ എന്നല്ല അർത്ഥം. ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് നിരന്തരമായി അഭിഷേകം ചെയ്യാനായിട്ട് സാധിക്കുന്നതില്ല. അതിന് വേണ്ടിയിട്ട് അതിനെ മൂലബിംബമായിട്ടാണ് ഭഗവാന്റെ ഈ വലിയ അനന്തശായിയായിട്ടുള്ള പത്മനാഭ സ്വാമിയെ കാണുന്നത്. അപ്പോൾ അവിടെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ശ്രീദേവി, ഭൂദേവി തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്ന മറ്റ് ബിംബങ്ങൾ, അഭിഷേക ബിംബങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന അഭിഷേക ബിംബത്തിലാണ്, ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് അഭിഷേകം നടത്തി മറ്റ് കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. പത്മനാഭസ്വാമിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എപ്പിസോഡ് മതിയാവില്ല, ഒരു മണിക്കൂറോ ഒരു ദിവസമോ മതിയാകില്ല. അത് എത്രയെങ്കിലും ദിവസം, എത്ര എഴുതിയാലും തീരാത്ത അത്രയും കഥകൾ ഭഗവാനെ പറ്റിയുണ്ട്. ഭഗവാന്റെ
നാമങ്ങൾ തന്നെ പറയപ്പെടുന്നത് സമുദ്രത്തിലെ തിരകൾ പോലെയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഭഗവാന്റെ നാമങ്ങളും അവതാരങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഭഗവാനെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും നമുക്ക് ചില വിവരങ്ങൾ ചുരുക്കി പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മനുഷ്യനിർമ്മിതമല്ല ഈ വിഗ്രഹമെന്നും മനുഷ്യനിർമ്മിതമാണ് എന്നും പറയുന്നുണ്ട്. മനുഷ്യനിർമ്മിതമായതുകൊണ്ട് തന്നെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിവേഗത്തിൽ നടത്തും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർ പറയുന്നത്. പക്ഷേ ഇതല്ല, മനുഷ്യനിർമ്മിതമല്ല, സ്വയംഭൂവാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഭഗവാൻ യോഗനിദ്രയിലാണുള്ളത്, വലിയ മഹാവിഗ്രഹമാണ് അവിടെ ഉള്ളത് എന്നും തന്നെ. അപ്പോൾ കർപ്പോദകശായി വിഷ്ണുവാണ് അവിടെ ഉള്ളത് ശയിക്കുന്നത്. കർപ്പൂതകശായി വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഭിയിൽ നിന്ന് ബ്രഹ്മാവും പാദത്തിൽ ലക്ഷ്മി ദേവിയും ഉള്ള വിഗ്രഹമാണ് അവിടെ ഉള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കർപ്പൂതകശായി വിഷ്ണുവാണ്. ഇനി അതിനു മുൻപുള്ള ആദികേശവ പെരുമാൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കാർണോദകശായി വിഷ്ണുവുണ്ട്. അത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലാണ് ഭഗവാൻ അവിടെ ഉള്ളത്. അത് കേശവന്റെ, അതായത് ഭഗവാന്റെ ആദിമ രൂപമാണ്. അതിൽ വിഷ്ണുവോ ഇല്ലെങ്കിൽ ബ്രഹ്മാവോ ഉണ്ടായിരിക്കുകയില്ല. അത് തിരുവട്ടാർ തമിഴ്നാടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷേത്രം കാണാനും കഴിയും. അവിടെ ഇപ്പോൾ കൊടിമരം അടക്കമുള്ളവ പുനരുദ്ധരിച്ച് ക്ഷേത്രത്തെ പുനർനിർമ്മിച്ച് വലിയ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ഇസ്കോണിൻ്റെ നേതൃത്വത്തിലാണ്, മധു പണ്ഡിറ്റിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത് എന്നുള്ളതാണ്. പിന്നെ അനന്തപത്മനാഭൻ എന്ന് പറയുന്നത് കർപ്പോദകശായി വിഷ്ണുവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഭഗവാനെ പറ്റിയുള്ള വിശ്വാസം. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രം 18 കിലോമീറ്റർ വ്യാപ്തിയുള്ളതായിരുന്നു എന്നും വില്ലുമംഗലം ഠാക്കൂർ എന്ന് പറയുന്ന വലിയ ഭക്തൻ, പരമഭക്തനായ ഒരു വലിയ മനുഷ്യന്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വയസ്സാവുകയും കാഴ്ചയൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസന പൂജാ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 18 അടി നീളത്തിലേക്ക് ഭഗവാൻ ചുരുങ്ങി എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോഴും അറിയാം, കുളത്തൂർ എന്ന് പറയുന്ന തൃപ്പാദപുരം എന്ന് പറയുന്ന ദേശത്ത് ഭഗവാന്റെ പാദം ഇപ്പോഴും അവിടെയാണുള്ളത് എന്ന് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ ശിരസ് തിരുവല്ലം പരശുരാമക്ഷേത്ര സന്നിധിയാണ് എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഭഗവാന്റെ ഉദരം വരുന്ന ഭാഗമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മുടെ കോട്ടയ്ക്കകത്ത്, കിഴക്കേ കോട്ടയ്ക്കകത്തുള്ള ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരത്തും പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ അറിവല്ല, ഇതെല്ലാം അറിയുന്നത് തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇത്രയേറെ മഹത്വങ്ങളും പ്രത്യേകതകളും സങ്കല്പങ്ങളും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് 18 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന വിഗ്രഹമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സ്വയംഭൂ വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നത്. സ്വയംഭൂ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യേകതയുള്ളതാണ്, മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ ക്ഷേത്രങ്ങളെ 4ആയിട്ട് തിരിക്കാൻ കഴിയും. ഒന്ന്, ക്ഷേത്രങ്ങൾ സാധാരണ നമ്മുടെ ഇടയിലുള്ള ക്ഷേത്രങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, നമ്മുടെ സമീപ പ്രദേശത്തൊക്കെയുള്ള നമ്മൾക്കറിയുന്നവരൊക്കെ തന്നെ പ്രതിഷ്ഠ നിർവഹിച്ച് നേത്രോന്മിലനം ചെയ്ത് ഭഗവാനെ പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ് നേത്രോന്മിലനം ചെയ്യുന്നത്. അങ്ങനെ ഈശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ, സാധാരണ ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അതിനെ ക്ഷേത്രം എന്ന് പറയും. ക്ഷേത്രം എന്ന വാക്കിനർത്ഥം ശരീരം എന്നാണ്, വിഗ്രഹം എന്ന വാക്കിനർത്ഥം വിശേഷാൽ ഗ്രഹിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്തുള്ള ഭഗവാനെ വിശേഷാൽ ഗ്രഹിക്കണം. അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേറിട്ടറിഞ്ഞ് അതിനെ ഗ്രഹിക്കുക എന്നുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന അമ്പലം എന്ന് പറയുന്നതിൻ്റെ സങ്കല്പത്തിൻ്റെ ആധാരം എന്നുള്ളത്. ഇനി മഹാക്ഷേത്രങ്ങളുണ്ട്. മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ദേവനിർമ്മിതമാണ്. ദേവനിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവും ഗുരുദേവനും വായുദേവനും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഗുരുവായൂർ പോലെ ദേവനിർമ്മിതമായ ക്ഷേത്രങ്ങളുമുണ്ട്. ഇനി അതല്ലാതെ ദിവ്യദേശങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. ദിവ്യദേശം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ സ്വയംഭൂ ക്ഷേത്രങ്ങളൊക്കെ വരുന്നത്. പല ക്ഷേത്രങ്ങളും അങ്ങനെ ദിവ്യദേശങ്ങളിലുള്ള സ്വയംഭൂ ക്ഷേത്രങ്ങളുണ്ട്. ആ സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ പെടുന്നതാണ്, നമുക്ക് പറയുന്നത് പത്മനാഭസ്വാമിയെ അങ്ങനെയും പറയാൻ കഴിയും. പക്ഷേ അതുമാത്രവുമല്ല, ദിവ്യക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്വയംഭൂ ക്ഷേത്രങ്ങളാണ്. അതല്ല ഈ പറയപ്പെടുന്ന ദ്വാരകയിലുള്ളത് ഇല്ലെങ്കിൽ പുരി ജഗന്നാഥിലുള്ളത്, ഇതെല്ലാം തന്നെ സ്വയംഭൂ ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ വിഗ്രഹങ്ങൾ ആരും തന്നെ മനുഷ്യർ നിർമ്മിച്ചതല്ല എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യധാമങ്ങളുമുണ്ട്. ഇനി ദിവ്യധാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശം തന്നെ സ്വയം ക്ഷേത്രമായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഹിമാലയത്തിലെ കല്ല്, ചെടി, മുള്ള്, നദി എന്തെടുത്താലും ശരി തന്നെ അതെല്ലാം ഭഗവാനാണ്, ഈശ്വരനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് ഹിമാലയം. മറ്റൊന്ന് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വൃന്ദാവനമാണ്. മായാപൂർ ഉണ്ട്. മായാപൂർ ദിവ്യധാമങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെയാണ് കൈലാസം. ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ദേശങ്ങളും ഇങ്ങനെ ഭഗവാന്റെ, അതിലൊന്നാണ് കേട്ടോ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തപുരിയുടെ 7 കിലോമീറ്ററോളം, 7 മുതൽ 9 ആണെന്നാണ് തോന്നുന്നു, അത്രയും കിലോമീറ്റർ ചുറ്റളവിൽ ഭഗവാന്റെ സംരക്ഷണയിലാണുള്ളത്. അവിടെ അനർത്ഥങ്ങൾ വരില്ല എന്നും
അവിടെ ദോഷങ്ങൾ സംഭവിക്കില്ല എന്നൊക്കെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് സുനാമി വന്നപ്പോൾ പോലും തിരുവനന്തപുരത്തെ ബാധിക്കാത്തത് എന്ന് ശ്രീപത്മനാഭ ഭക്തന്മാരെല്ലാം തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാക്ഷേത്രമായ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മറ്റു പല പ്രത്യേകതകളും ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ഈ ദിവ്യധാമങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നാണ് മായാപൂർ, വൃന്ദാവനം, രാമേശ്വരം, ശ്രീരംഗം, ജഗന്നാഥപുരി, ബദ്രീനാഥ്, പത്മനാഭ സ്വാമി, ഇങ്ങനെ 7 ദിവ്യധാമങ്ങളുണ്ട് എന്ന്, സപ്തദിവ്യധാമങ്ങളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അനന്തമായ കഥകളുണ്ട് ഭഗവാനെ പറ്റിയിട്ടുള്ള. എങ്കിലും മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരമായ, വീണ്ടുമുള്ള കലിയുഗത്തിലുണ്ടായ അവതാരമായ ചൈതന്യ മഹാപ്രഭു അനന്തപുരിയിലെത്തി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചുവെന്നും അഭേദാനന്ദാശ്രമം, ഇന്ന് അഭേദാനന്ദ സ്വാമികളുടെ പേരിലുള്ള ആശ്രമം ഉണ്ടല്ലോ, ആ ഭാഗത്ത് 3 ദിവസം തങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭഗവാന്റെ നാമസങ്കീർത്തനം ഒരു മിനിറ്റ് പോലും മുടങ്ങാതെ 24 മണിക്കൂറും സദാ മുഴങ്ങുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്നവരുണ്ട്. അതിപ്പോൾ 64 വർഷമായി ആരംഭിച്ചിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അന്ന് ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ സന്ദർശിച്ച മറ്റൊരു സ്ഥലമാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, നേരത്തെ പറഞ്ഞ ആദികേശവ ക്ഷേത്രം. ആദികേശവ ക്ഷേത്രത്തിൽ വെച്ചാണ് ബ്രഹ്മസംഹിത ഭഗവാന് ചൈതന്യ മഹാപ്രഭുവിന് ലഭിക്കുന്നത്. അവിടുത്തെ നദിയിൽ നിന്ന് ഒഴുകി വരികയായിരുന്നു. അത് ഭഗവാന്റെ കീർത്തനമാണ്. ഭഗവാനെ ഭജിക്കുന്ന ഒരു കീർത്തനമാണ് ബ്രഹ്മസംഹിത എന്ന് പറയുന്നത്. ആ ബ്രഹ്മസംഹിത നിങ്ങൾക്ക് നെറ്റിൽ തിരഞ്ഞാൽ തന്നെ കിട്ടും, ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ തന്നെ കിട്ടും. അത് കേൾക്കുന്നത് പോലും വലിയ സുകൃതമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ രാജകുടുംബത്തിന് പോലും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് അഭേദമായ ബന്ധമുണ്ട്. കാരണം പത്മനാഭനാണ് ദേശത്തിൻ്റെ നാഥൻ, കാലസ്വരൂപനായ ഭഗവാൻ, ഈ പറയുന്ന മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സ്വരൂപനായ ഭഗവാൻ, ജഗത്തിൻ്റെ ദേവനാണല്ലോ ഭഗവാൻ. അതുകൊണ്ടാണല്ലോ ജഗതീശ്വരൻ എന്ന്, ജഗന്നാഥൻ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നു. അപ്പോൾ സമയവും ദേശവും എല്ലാം ഭഗവാനാകുന്നു എന്നുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം. അതുപോലെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ള വിവിധ പ്രതിഷ്ഠകൾ. തിരുവമ്പാടി ശ്രീകൃഷ്ണൻ അത് മൂല പ്രതിഷ്ഠയായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഉൾപ്പെടുന്ന അനന്തൻകാടിലാണ് ശ്രീപത്മനാഭസ്വാമി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. അതായത് വില്ലുമംഗല ഠാക്കൂറിന് വേണ്ടിയിട്ട് അവിടെ ദർശനം നൽകി പത്മനാഭ രൂപത്തിൽ അവിടെ വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയേറെ പ്രത്യേകതകൾ അടങ്ങിയതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ അവിടുത്തെ നരസിംഹ പ്രതിഷ്ഠയും ഏറെ പ്രാധാന്യമുള്ളതാണ്. ആ പ്രാധാന്യം എന്ന് പറയുന്നത്, നരസിംഹസ്വാമിയെ പറ്റിയിട്ട് അവിടെ ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള കഥകളുണ്ട്. പക്ഷേ ഭഗവാന്റെ മക്കളായ നമുക്ക് ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല. സിംഹത്തിൻ്റെ കുട്ടിക്ക് സിംഹത്തിനെ ഭയമില്ല എന്നതുപോലെ നരസിംഹസ്വാമിയോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും വേണ്ട. പക്ഷേ ഭഗവാന്റെ ഉഗ്രരൂപത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും നാദവും രൂപവും ഒക്കെ തന്നെ ഒരു പക്ഷേ നമുക്കൊരു സാധാരണക്കാരായതുകൊണ്ട്, ഇല്ലെങ്കിൽ മഹാജ്ഞാനികളല്ലാത്തത് കൊണ്ട് ചെറിയ ഭയം ഉണ്ടാക്കിയേക്കാം. എങ്കിലും ഭഗവാന്റെ യഥാർത്ഥ നാമവും സത്യവും തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഭയം ഉണ്ടാകില്ല എന്നുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹത്തിനെ പറ്റിയിട്ടൊരു കഥയുണ്ട്. അതായത് അവിടെ എല്ലാ മാസവും കൃഷ്ണനാട്ടം നടക്കാറുണ്ടായിരുന്നു. നമ്മുടെ പത്മനാഭൻ്റെ നേരിട്ടുള്ള കവാടമുണ്ടല്ലോ, ആ കവാടത്തിന് സമീപത്തായിരുന്നു, ആ കവാടം അകത്തേക്ക് നടന്നു വരുമ്പോഴായിരുന്നു, അവിടെയായിരുന്നു ഈ കൃഷ്ണനാട്ടം കളിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം നരസിംഹാവതാരം കൃഷ്ണനാട്ടം നടത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് ഹിരണ്യകശിപു വലിയ രീതിയിൽ, എവിടെ നിൻ്റെ ഭഗവാൻ, ഈ തൂണിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഈ ഹിരണ്യകശിപുവിൻ്റെ വേഷം ധരിച്ച ആൾ ചോദിക്കുകയും, അപ്പോൾ കുറേ ഉച്ചത്തിലായപ്പോൾ അകത്ത് നിന്ന് നരസിംഹസ്വാമി ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ശബ്ദം കൊടുത്തു എന്നും അത് കേട്ട് ഭയന്നു എന്നും പലരും. അതുകൊണ്ട് തന്നെ കൃഷ്ണനാട്ടം പിന്നെ വെളിയിൽ വെച്ചാണ് നടത്താറെന്നുള്ളതൊക്കെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഭഗവാന്റെ പ്രത്യക്ഷ അനുഭവം നിരവധി ആളുകൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഹാക്ഷേത്രമാണ് ശ്രീപത്മനാഭൻ. ശ്രീപത്മനാഭ സ്വാമിയുടെ വിഗ്രഹത്തിന് ഈ പറയുന്ന എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടും അമാന്തമില്ലാതെ ബന്ധപ്പെട്ടവർ അത് ശരിയാക്കും, നന്നാക്കും. യാതൊരു പ്രശ്നവും അതിനുണ്ടാകില്ല. അത് പൂർണ്ണ രീതിയിൽ കൂടുതൽ ഭക്തിയോടുകൂടി നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ ഭജിച്ചാൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പൂർണ്ണ ഭക്തരാണ് അവിടെ ഉള്ളവരെല്ലാവരും തന്നെ. അവർക്ക് ആ ഭക്തി എന്നും നിറഞ്ഞിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഭഗവാൻ അതിനുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ ചെയ്യട്ടെ, അതിനുള്ള എല്ലാം നമുക്ക് അനുഗ്രഹവും തരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.